കേരളത്തിൽ ലവ് ജിഹാദ് മാത്രമല്ല ഐഡിയോളജിക്കൽ ജിഹാദുമുണ്ടെന്ന് ആർഷവിദ്യാസമാജം പ്രചാരക ശ്രുതി. കേരളത്തിലും പുറത്തും നിരവധി കേന്ദ്രങ്ങളാണ് മതപരിവർത്തനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത്. എക്സ് മുസ്ലിമും ആക്ടിവിസ്റ്റുമായ ആരിഫ് ഹുസൈൻ തെരുവത്ത് നയിക്കുന്ന കോയ കോളിംഗ് പരിപാടിയുടെ വിജയാഘോഷ പരിപാടിയിൽ ആർഷവിദ്യാസമാജത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രുതി. കേരളത്തിൽ ലവ് ജിഹാദില്ലെന്ന് ഒരു വിഭാഗം ആവർത്തിക്കുമ്പോഴാണ് ലവ് ജിഹാദ് മാത്രമല്ല ഐഡിയോളജിക്കൽ ജിഹാദുമുണ്ടെന്ന് പുറത്തുവരുന്നത്. എന്താണ് ലവ് ജിഹാദ്? പ്രണയനാട്യം, വിവാഹം, വിവാഹ വാഗ്ദാനം, ലൈംഗികമായിട്ടുള്ള ചൂഷണം, ബ്ലാക്ക് മെയിലിംഗ്, സ്ത്രീ പുരുഷ ബന്ധം എന്നിവയൊക്കെ കരുവാക്കിക്കൊണ്ട് തങ്ങളുടെ മതത്തിലേക്ക് ആളെ ചേർക്കുക, ആ മതവക്താക്കളാക്കുക, മത തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുക, മതമൗലികവാദികളാക്കി മാറ്റുക എന്ന് പറയുന്നൊരു പ്രോസസ്സ്, അതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ലവ് ജിഹാദ് ഒരു പ്രസ്ഥാനമാണെന്നോ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു സംഘടനയോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല. പക്ഷേ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ പറഞ്ഞ പ്രണയനാട്യം, വിവാഹം, വിവാഹ വാഗ്ദാനം, ലൈംഗിക ചൂഷണത്തിലൂടെ ഇത്യാദി വഴികളിലൂടെ തങ്ങളുടെ മതങ്ങളിലേക്ക് ആളെ ചേർക്കുക, തങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റുക, തങ്ങളുടെ നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാക്കി മാറ്റുക തുടങ്ങിയ അജണ്ടകൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ലവ് ജിഹാദ് പോലുള്ള മാർഗങ്ങളിലൂടെ നടത്തുന്ന മതപരിവർത്തനം, റാഡിക്കലൈസേഷൻ പ്രവണതകളുടെ രീതികളും തെളിവുകളും സംബന്ധിച്ച ആർഷവിദ്യാസമാജത്തിന്റെ വർഷങ്ങളായുള്ള പ്രവർത്തന പരിചയത്തിന്റെ വെളിച്ചത്തിലായിരുന്നു ശ്രുതിയുടെ പരാമർശങ്ങൾ. പൊന്നാനിയിൽ മൗനത്തുൽ ഇസ്ലാം സഭയിൽ മതപരിവർത്തന കേന്ദ്രത്തിൽ മതം മാറ്റത്തിനായി പോയ ആളാണ് ഞാൻ. മതത്തെ ആഗ്രഹിച്ച് മതം മതി എന്ന് പറഞ്ഞ് ദീനികളായിട്ട് അവിടെ വന്നവർ എന്ന് പറയാൻ ഞാനടക്കം 2-3 പേർ മാത്രം. ബാക്കി ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും പ്രണയക്കെണിയിലൂടെ മതം മാറ്റത്തിനായി എത്തിച്ചേർന്നവരാണ്. നമ്മുടെ നാട്ടിൽ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും പ്രവർത്തിക്കുന്ന എത്രയോ മതപരിവർത്തന കേന്ദ്രങ്ങളുണ്ട്. ആ മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ഓരോ ദിവസവും മതം മാറ്റത്തിനായി എത്തിച്ചേരുന്ന പെൺകുട്ടികളുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ, അവരുടെ പശ്ചാത്തലം പഠിക്കുകയാണെങ്കിൽ ഇതിന് തെളിവുകൾ ലഭിക്കുന്നതായിരിക്കും. സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത് ഉന്നത മാനവിക ദർശനമാണെന്നും യഥാർത്ഥ മാനവനാകാനാണ് സനാതനധർമ്മം ആഹ്വാനം ചെയ്യുന്നതെന്നും ആർഷവിദ്യാസമാജത്തിനെ പ്രതിനിധീകരിച്ച ഡോക്ടർ അനഘ ജയഗോപാലും സംസാരിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 6 വർഷം ഇസ്ലാം പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് ഇരിക്കുന്ന സമയത്തൊന്നും ഞാൻ എവിടുന്നും ഇതിനെ വിമർശിച്ചു കൊണ്ടുള്ളത് അങ്ങനെ ഒന്നും കേൾക്കാൻ നിന്നിട്ടില്ല. ഇനി അഥവാ ആ സമയത്ത് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് ഉള്ള ആ ഒരു ഭയമാണ് നമ്മുടെ ഉള്ളിൽ കുത്തിവെക്കുന്നത്. ഇസ്ലാമിലേക്ക് ആൾക്കാരെ പിടിച്ചു നിർത്താനായിട്ട് 2 കാര്യങ്ങൾ, ഒന്ന് കൊതി, ഒന്ന് പേടി. ഒന്ന് സ്വർഗത്തെക്കുറിച്ചുള്ള കൊതി, നരകത്തെക്കുറിച്ചുള്ള പേടി, കോപ്പ എന്ന് പറയും. ഇതുപയോഗിച്ചിട്ടാണ് അവർ ഇസ്ലാമിൽ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത്. എക്സ് മുസ്ലിമും ആക്ടിവിസ്റ്റുമായ ആരിഫ് ഹുസൈൻ നയിക്കുന്ന കോയ കോളിംഗ് പരിപാടിയുടെ വാർഷികാഘോഷ പരിപാടിയിൽ ആർഷവിദ്യാസമാജത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രുതി. ജനം, കോഴിക്കോട്.